നമുക്ക് സെപ്റ്റംബർ 1-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിന് വന്നത്. ഫസ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ വൈറ്റ് കോട്ട് സെറമണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്കന്ന് പേരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ കോളൊക്കെ ഓൺ ചെയ്ത് വെച്ച് ടീച്ചേഴ്സ് കാണാതെ കാണിച്ചു വീട്ടുകാരെ. അപ്പോൾ എനിക്ക് എൻ്റെ മമ്മിയുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ സാധിച്ചു. മമ്മി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി കരഞ്ഞു കരഞ്ഞില്ല, ചിരിച്ചു ചിരിച്ചില്ല എന്ന അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ റിപ്പീറ്റിന് ഫസ്റ്റ് ബ്രില്യന്റ് വന്നപ്പോൾ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഈ കൊല്ലം കിട്ടും. പ്രത്യേകിച്ച് ബ്രില്യന്റ് ചേർന്നുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ ഞാനിത് ഓർത്തില്ല, ഞാനും കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്കപ്പോ പോയില്ല. അപ്പം റിപ്പീറ്റിന്റെ റിസൾട്ട് വന്നു, ഓണത്തിന്റെ അന്നാ വന്നത്. അപ്പം എക്സാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, എനിക്ക് മനസ്സിലായി ഓക്കെ ഇക്കൊല്ലം കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഞാൻ ഓണത്തിന്റെ തലേ ദിവസമേ ഫോട്ടോഷൂട്ട് ചെയ്തു. കാരണം ഓണത്തിന്റെ അന്ന് നമുക്ക് റിസൾട്ട് വരും, ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഓണത്തിന്റെ അന്ന് റിസൾട്ട് വന്നു, ആകെ ഫുള്ള് പോയി. അപ്പൊ എനിക്ക് എല്ലാവരും നിന്നെ കൊണ്ട് പറ്റില്ല, നമ്മുടെ നാട്ടുകാരാണെങ്കിലും അവര് പറയും നമ്മൾ കേൾക്കണമല്ലോ. അപ്പൊ അവര് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റില്ല. അപ്പം പക്ഷെ എനിക്ക് പിന്നെ ഒരു വാശി, എനിക്കിത് എഴുതി എടുക്കണം എന്നൊരു വാശി കാണാൻ ഒരു കൊല്ലം എൻ്റെ അച്ഛനും അമ്മേനെ വിശ്വസിച്ച് ബ്രില്യന്റിൽ കൊണ്ട് ചേർത്തു. അത് ഞാനായിട്ട് തന്നെയാണ് കളഞ്ഞത്. പിന്നെ 2ാമത്തെ കൊല്ലം ഞാൻ കയറിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും പല രീതിയുണ്ട് പഠിക്കാൻ. ഞാൻ എന്ന് വെച്ചാൽ നേരത്തെ കിടക്കുന്ന ടൈപ്പാണ്. കാരണം ഞാൻ ഒരു 9 മണിയാകുമ്പോൾ കിടക്കും. അതിനുശേഷം എനിക്ക് ബുക്ക് നോക്കിയാലെല്ലാം പോകുകയാണ്, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും, പഠിക്കാൻ തുടങ്ങും. ഈ ഒരു ഇത് തന്നെ ഞാൻ ആ റിപ്പീറ്റിന് ചേർന്ന് അന്നോട്ട് എക്സാമിന് 2 ദിവസം മുന്നേ വരെ ഞാൻ ഇത് തന്നെയാണ് ഫോളോ ചെയ്തത്. ഞാൻ അതുപോലെ തന്നെ പഠിച്ചു. ജസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം എണീക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, വരുന്നു, അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തത്. പിന്നെ നമ്മുടെ ബ്രില്യന്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇ ലേണിംഗ് ആപ്പിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ഓരോ ലെവലുണ്ട്, ലെവൽ 1, 2, 3. അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്നത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് തെറ്റുമ്പോൾ അതിന്റെ താഴെ തന്നെ സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ഫാക്കൽറ്റീസിന്റെ വീഡിയോസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ. നമുക്ക് പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ ഞാൻ സ്ഥിരം ഡൗട്ടൊക്കെ ചോദിക്കായിരുന്നു. അപ്പൊ എനിക്ക് റിപ്ലൈ ഒക്കെ തരുമ്പോൾ നല്ല സന്തോഷം, ഞാനും പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ പറയുകയാണെങ്കിലും അങ്ങനെ നമ്മുടെ റിസൾട്ട് വന്നു. അപ്പൊ എല്ലാവർക്കും നല്ല പറയാൻ പറ്റുന്ന നല്ലൊരു മാർക്കൊക്കെ കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സീനിയർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തൃശ്ശൂർ തന്നെ വരണം. അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ആലപ്പുഴ പോയില്ല. അപ്പം തൊട്ട് വീടിന്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. കുറച്ച് ദൂരെയൊക്കെ മാറി കുറച്ച് വഴി പഠിക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ തൃശ്ശൂരിലോട്ട് വന്നത്. ക്യാമ്പസ് കുറച്ച് ഉള്ളിലാണെങ്കിൽ തന്നെ ക്യാമ്പസിന്റെ അകത്ത് അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്. നമ്മുടെ സീനിയേഴ്സ് ഒക്കെ തന്നെയാണെങ്കിലും ഫുള്ള് വൈബാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അവരോട് ചോദിക്കാവുന്നതാണ്. പിന്നെ അക്കാഡമിക് ആണെങ്കിൽ അല്ലാതെ തന്നെ എല്ലാത്തിനും അവർ ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് വേണ്ടി പറയാം. ബോത്ത് അക്കാഡമിക്സ് ആൻഡ് നോൺ അക്കാഡമിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. മാത്രമല്ല ഇപ്രാവശ്യത്തെ ഇന്റർ മെഡിക്കോസിന് നമ്മൾ റണ്ണറപ്സ് ആയിരുന്നു, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. സോ TMC എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരേണ്ടത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്നാണെന്ന് ഞാൻ ഒന്ന് എടുത്തു പറയാണ്. കാരണം അവിടെ ഒരു ക്ലാഷ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ മൊത്തത്തിൽ ഫുള്ള് സൂപ്പറാണ് കോളേജ്. പിന്നെ ഇവിടെ എന്നെ എത്തിക്കാൻ സാധിച്ചത് ബ്രില്യന്റിന്റെ ഒരു ഇതാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ അനിയത്തിമാര് ബ്രില്യന്റിൽ തന്നെ സ്റ്റുഡൻസ് ആണ്, അവർ ട്വിൻസ് ആണ്. അവരിപ്പോൾ ബ്രില്യന്റിൽ പഠിക്കുന്നുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.